ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 8 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 പുതിയ പാഠപുസ്തകമാണ്. യൂണിറ്റ് 3-ലെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ടോക്കിംഗ് ഓഫ് സയൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ദ ട്രയൽ ഓഫ് സയൻസ് ആണ് യൂണിറ്റ് 3 വരുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ടോക്കിംഗ് ഓഫ് സയൻസ് എന്നാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ റീഡിങ് ആൻഡ് മലയാളം എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ദ ട്രയൽ ഓഫ് സയൻസ്. ആദ്യം തന്നെ നമുക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇവിടെ. There are in fact two things, science and opinion. The former products knowledge and latter ignorance. ഹിപ്പോക്രാറ്റ്സിൻ്റെ കോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ചാപ്റ്റർ ടോക്കിംഗ് ഓഫ് സയൻസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ആണ്. ഒരു സയൻറ്റിസ്റ്റുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ, അയാൾ പറയുന്ന ആൻസേഴ്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സയൻറ്റിസ്റ്റുമാരുടെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ടോക്കിംഗ് ഓഫ് സയൻസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, ഡോക്ടർ അജിത് പരമേശ്വരൻ. അപ്പോൾ ഇവിടുത്തെ സയൻറ്റിസ്റ്റ് ആരാണ്? അജിത് പരമേശ്വരൻ ആണ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു യു. Everyone knows that scientists discover things, but what exactly do they do? അപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂവർ ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഡോക്ടർ അജിത് പരമേശ്വരനെയാണ്. ആദ്യം തന്നെ താങ്കളോട് ഞാൻ താങ്ക്സ് പറയുന്നു. എന്താണ് ഈ ഒരു അവസരം, താങ്കളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം തന്നതിന് നന്ദി. എല്ലാവർക്കും അറിയാം സയൻറ്റിസ്റ്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നവരാണ് അല്ലേ? ശരിക്കും എന്താണ് അവർ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുന്ന ആൾ. അപ്പം നമ്മുടെ അജിത് പരമേശ്വരൻ റിപ്ലൈ കൊടുക്കുകയാണ്. വെൻ ഐ വാസ് എ ചൈൽഡ് ദർ were no scientists around for me to ask this question, but even now my friends sometimes ask me the same thing, half joking, half serious. I often laugh it off and change the topic. അപ്പോൾ അജിത് പരമേശ്വരൻ പറയാണ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഇതുപോലെ എന്തില്ല, സയൻറ്റിസ്റ്റുമാരൊന്നും എനിക്ക് ചുറ്റും ചോദ്യം ചോദിക്കാൻ ഇതുപോലെയുള്ള ശാസ്ത്രജ്ഞന്മാരൊന്നുമില്ല. ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു സയൻറ്റിസ്റ്റ് വേണ്ട, അങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. പക്ഷേ ഇപ്പം എങ്ങനെയാണ്? ഇപ്പം അങ്ങനെയല്ല, കാലം മാറി അല്ലേ? അപ്പോൾ പല സുഹൃത്തുക്കളും അത് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ പകുതി തമാശ ഭാവത്തിലും ഗൗരവ ഭാവത്തിലും ഒക്കെ ചോദിക്കും ഈ കാര്യം. അപ്പം ഞാൻ ചിരിച്ചിട്ട് ടോപ്പിക്ക് മാറ്റുമെന്നാണ് നമ്മുടെ അജിത് പരമേശ്വരൻ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, സോ ഡോക്ടർ പരമേശ്വരൻ, ഹൗ വുഡ് യു ഡിസ്ക്രൈബ് വാട്ട് സയൻറ്റിസ്റ്റ് ഡു? അപ്പോൾ ശാസ്ത്രജ്ഞർ ചെയ്യുന്നതിന് നിങ്ങൾ എങ്ങനെയാണ് വിവരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അജിത്ത് പറയാണ്, പ്ലീസ് കോൾ മീ അജിത്ത്, എന്നെ അജിത്ത് എന്ന് വിളിക്കൂ. I think a good description would be that scientists create knowledge. All humans and even many animals are consumers of knowledge. A farmer has to know when to sow and reap. A vegetable vendor needs to do some arithmetic in his head. And an engineer needs to know, for example, how to design a bridge that can hold the required load. അപ്പോൾ എന്താ പറയണത്? സയൻറ്റിസ്റ്റുമാർ, ശാസ്ത്രജ്ഞർ ശരിക്കും എന്താ ചെയ്യണത്? അറിവ് സൃഷ്ടിക്കുന്നു എന്നതായിരിക്കും നല്ല വിവരണം അല്ലേ? അതാണ് അയാൾ കരുതുന്നത്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും അതുപോലെ മൃഗങ്ങളും എല്ലാവരും ഈ അറിവിൻ്റെ ഉപഭോക്താക്കളാണ്, കൺസ്യൂമേഴ്സാണ് കേട്ടോ. ഒരു കർഷകന് എപ്പോൾ വിത്ത് വിതയ്ക്കണമെന്നും കൊയ്യണമെന്നും അറിയണം, ഒരു കർഷകനാണെങ്കിൽ. അതുപോലെ ഒരു പച്ചക്കറി വിൽപ്പനക്കാരനാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്ക് അറിയണം അല്ലേ, എങ്ങനെ വിൽക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഒരു എൻജിനീയർ ആണെങ്കിൽ ഒരു പാലം രൂപകൽപ്പന ചെയ്യേണ്ട ഒരു ബ്രിഡ്ജ് ആണെങ്കിൽ ആ പാലത്തിന് താങ്ങാൻ കഴിയുന്ന ഒരു ഭാരം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു മേഖലയിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊരു നോളേജ് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അടുത്തത്, വാട്ട് മെയ്ഡ് യു ഇൻട്രസ്റ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് നോളേജ് അജിത്? ഡിഡ് സംതിങ് സ്പാർക്ക് യുവർ ക്യൂരിയോസിറ്റി അബൌട്ട് ദ നാച്ചുറൽ വേൾഡ്? അപ്പോൾ എന്താണ് അറിവിൻ്റെ ഈ ഒരു നാച്ചുറൽ വേൾഡിൽ അല്ലെങ്കിൽ അറിവിൻ്റെ ഈ സൃഷ്ടിയിൽ താങ്കൾക്ക് എപ്പോഴാണ്, എങ്ങനെയാണ് താല്പര്യം തോന്നിയത്? അതുപോലെ തന്നെ നിങ്ങളുടെ ക്യൂരിയോസിറ്റി, ഈ നാച്ചുറൽ വേൾഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റി ആണോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും സ്പാർക്ക് നിങ്ങളിൽ ഉണ്ടാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അജിത്ത് പറയും, വെൻ ഐ വാസ് എ ചൈൽഡ് എ ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ മലയാളം, എന്തുകൊണ്ട് വിച്ച് മേ ബി ലൂസ്ലി ട്രാൻസ്ലേറ്റഡ് ആസ് വൈ ഈസ് ഇറ്റ് സോ, വാസ് പബ്ലിഷ്ഡ് ബൈ ദി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. Our local library had a copy. The book explained many interesting phenomena of the natural world to the curious reader. Even now, books remain a source of
of reliable information, unlike most of the information we get online. അപ്പോൾ അജിത്ത് പറയാണ്, അജിത്ത് കുട്ടിയായിരുന്നപ്പോൾ അതിനൊരു ബുക്ക് വായിക്കാനിടയായി. ഏതാണ് ആ ബുക്ക്? മലയാളത്തിലുള്ളൊരു ബുക്കാണ്. എന്തുകൊണ്ട് എന്നുള്ള ബുക്കാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വൈ ഈസ് ഇറ്റ് സോ. ഓക്കെ, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അതിൻ്റെ ഒരു കോപ്പി ഇവരുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു, ലോക്കൽ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. ആ ബുക്ക് വായിച്ചപ്പോൾ ആ ബുക്കിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നാച്ചുറൽ വേൾഡിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒരു നല്ലൊരു റീഡർ ക്യൂറിയസ് പറഞ്ഞാൽ ജിജ്ഞാസ എന്നാണ് കേട്ടോ. നമ്മളെല്ലാം അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറയില്ലേ, ആ ജിജ്ഞാസ, അതാണ്. ഈവൻ നൗ ഇപ്പോഴാണെങ്കിലും നമുക്ക് എല്ലാം ഓൺലൈനിൽ ലഭിക്കുമെങ്കിൽ പോലും ശരിക്കും നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നത് എന്തിൽ നിന്ന് തന്നെയാണ്? ബുക്കിൽ നിന്ന് തന്നെയാണ് എന്നാണ് അജിത്ത് പറയുന്നത്. അടുത്ത ചോദ്യം, ബട്ട് അജിത്ത്, ഈവൻ നൗ ഡെസ്പൈറ്റ് ഓൾ ദി ഇൻഫർമേഷൻ അവൈലബിൾ, ആർ ദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് റിമൈൻ അൺആൻസേർഡ്? എല്ലാ ഇൻഫർമേഷനും അവൈലബിൾ ആണെങ്കിലും ഇന്നും അൺആൻസർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അജിത്ത് പറയും, അൺഡൗട്ടഡ്ലി വി സ്റ്റിൽ ഡോണ്ട് ഹാവ് വെരി ഗുഡ് ആൻസേഴ്സ് ടു മെനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് കൺസേൺ അസ്. ശരിയാണ്, കാരണം നമുക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദ റിയൽ റീസൺസ് ഫോർ ദി ഇൻക്രീസിങ് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്സ് ഇൻ കേരള? മനുഷ്യനും മൃഗങ്ങളുമുള്ള കോൺഫ്ലിക്റ്റ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. അതിനുള്ള ശരിയായുള്ള റീസൺ അറിയില്ല. വൈ ഡു വി now have so many more extreme weather events such as flash floods and landslide? നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന വെള്ളപ്പൊക്കങ്ങളും മണ്ണിടിച്ചിലുകളും എന്തുകൊണ്ടെന്ന് അറിയില്ല. why are there frequent outbreaks of rare viral diseases? പെട്ടെന്ന് ഉണ്ടാവുന്ന വൈറൽ ഡിസീസസിന്റെ കാരണം അറിയില്ല. why are there so many mosquitoes? എന്തുകൊണ്ടാണ് ഇത്ര കൊതുക് പെരുകുന്നത്? ഇതിന്റെ റീസൺ നമ്മൾക്ക് അറിയില്ല. ഇതിന്റെ ഉത്തരം നമുക്ക് ശരിയായിട്ട് പറയാൻ പറ്റില്ല. we don't have good answers yet to these and വേരിയസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ വേരിയസ് അതർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് നമ്മുടെ കയ്യിൽ ആൻസർ ഉണ്ട്, പക്ഷെ കറക്റ്റായിട്ടുള്ളൊരു ആൻസർ നമുക്കിതിന് കൊടുക്കാൻ പറ്റില്ല. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ അൺആൻസേർഡ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നാണ് അജിത്ത് റിപ്ലൈ കൊടുക്കുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ക്യൂരിയോസിറ്റി ഈസ് അറ്റ് ദ ഹേർട്ട് ഓഫ് സയൻസ്. വൈ ഈസ് ക്യൂരിയോസിറ്റി സോ ഇമ്പോർട്ടൻറ്റ്? പിന്നെ പറയുന്ന ചോദ്യം എന്താണ്? ക്യൂരിയോസിറ്റി, ജിജ്ഞാസ എന്ന് പറയുന്നതാണ് സയൻസിൻ്റെ ഹേർട്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ക്യൂരിയോസിറ്റി ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജിത്ത് റിപ്ലൈ പറയാണ്, ക്യൂരിയോസിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ എ ഗുഡ് സയൻറ്റിസ്റ്റ്. ഇറ്റ് ഡ്രൈവ്സ് ദ ക്വസ്റ്റ് ഫോർ നോളേജ്. വെൽ ചിൽഡ്രൻ നാച്ചുറലി ആസ്ക് ക്വസ്റ്റ്യൻസ്, അഡൾട്ട്സ് ഓഫൻ ഡു നോട്ട്, either because they don't care or because they don't want to appear ignorant. Scientists, however, must retain the childlike curiosity and admit their ignorance. This alone can drive them to discover the truth. Of course, creating new knowledge also requires a strong understanding of what's already known. As Newton said, if I have seen farther, it is by standing on the shoulders of giants. School education prepares us for this. അപ്പോൾ എന്താ പറയണത്? അജിത്ത് പറയുന്നുണ്ട്, ഒരു നല്ല ശാസ്ത്രജ്ഞൻ, ഒരു സയൻറ്റിസ്റ്റ് ആവണം വെച്ചാൽ ജിജ്ഞാസ, ക്യൂരിയോസിറ്റി അത്യാവശ്യമാണ്. നമുക്ക് അറിയാനുള്ള ഒരു അറിയാനുള്ള ഒരു ആഗ്രഹം, ജിജ്ഞാസ വേണം, എങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ. നമ്മുടെ ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് സാധാരണ സ്വാഭാവികമായിട്ടും അറിയാനുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കുട്ടികൾ അങ്ങനെയല്ലേ, ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കും. പക്ഷെ മുതിർന്നവർ പലപ്പോഴും അങ്ങനെ ചെയ്യില്ല. എന്താ കാര്യം വെച്ചാൽ, മുതിർന്ന ആളുകൾ അത് കാര്യമാക്കണില്ല. കാരണം അവർക്കത് അറിയില്ല എന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല, ഇഗ്നോറൻ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കാറില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റുമാരും കുട്ടികളെ പോലെ തന്നെ ഈ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തണം. അതുപോലെ തന്നെ അറിയില്ല എങ്കിൽ അറിയില്ല എന്നുള്ളത് സമ്മതിക്കുകയും വേണം. ഓക്കെ, ഇഗ്നോറൻസ് സമ്മതിക്കണം. അറിയില്ല എന്ന കാര്യം അഡ്മിറ്റ് ചെയ്ത് ചോദ്യം ചോദിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, എങ്കിൽ മാത്രമേ എങ്ങോട്ട് എത്തുള്ളൂ, സത്യം കണ്ടെത്താൻ പറ്റുള്ളൂ, ഒരു ട്രൂത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പുതിയ അറിവുകൾ സൃഷ്ടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. ഓക്കെ, ഇതാണ് പറയുന്നത്. അത് ന്യൂട്ടനെ വെച്ചിട്ട് ഒരു കമ്പാരിസൺ ഉണ്ട് ഇവിടെ. ന്യൂട്ടൻ എന്ത് പറയുന്നുണ്ട്? ഇഫ് ഐ ഹാവ് സീൻ ഫാർദർ, ഞാൻ കൂടുതൽ ദൂരം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭീമന്മാരുടെ തോളിൽ നിന്നിട്ടാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബൈ സ്റ്റാൻഡിങ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജയൻസ്. സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർസ് us ഫോർ ദിസ്. ഇത് സ്കൂൾ വിദ്യാഭ്യാസം നമ്മെ ഇതിനായിട്ട് സജ്ജരാക്കുന്നു. ഇതാണ് അജിത്ത് കൊടുക്കുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇന്റർവ്യൂവർ, You will agree, Ajit,
that we need more scientists. What then are the qualities of a good scientist? നമുക്ക് ഒരുപാട് സയൻറ്റിസ്റ്റുമാരെ വേണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ, എഗ്രി ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് ഒരു സയൻറ്റിസ്റ്റിൻ്റെ ഗുഡ് ക്വാളിറ്റീസ്? അപ്പോൾ അജിത്ത് പറയും, ആസ്പയറിംഗ് സയൻറ്റിസ്റ്റ് നീഡ് ടു മാസ്റ്റർ റിസർച്ച് ടെക്നിക്സ്. ദേ നീഡ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് കണ്ടക്ട് കെയർഫുൾ എക്സ്പെരിമെൻറ്റ്സ് ടു അറൈവ് അറ്റ് ലോജിക്കൽ ആൻഡ് അൺബയാസ്ഡ് കൺക്ലൂഷൻസ്, critically evaluating all the evidence. A good scientist is always doing research, perhaps even on her deathbed. അപ്പോൾ എന്താ പറയണത്? ഒരു നല്ല സയൻറ്റിസ്റ്റ്, ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഗവേഷണ സാങ്കേതിക വിദ്യകളിൽ അവർ പ്രാവീണ്യം നേടേണ്ടതുണ്ട്. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കണം, അതുപോലെ ശ്രദ്ധാപൂർവമായ പരീക്ഷണങ്ങൾ നടത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷപാതരഹിതമായിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരും വേണം. ഒരു ഡൗട്ടഡ് ആയിട്ട് ഒരു കാര്യത്തിൽ എത്താൻ പാടില്ല. നമുക്കൊരു ഉറപ്പ് വേണം, ഇതിൻ്റെ കാരണം ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ടൊരു വിലയിരുത്തലും തെളിവുകളും ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കണം. ഒരു നല്ല സയൻറ്റിസ്റ്റ് എപ്പോഴും ഗവേഷണം നടത്തും. ഓക്കെ, ഒരു മരണക്കിടക്കയിൽ പോലും അയാൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, അജിത്ത്, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർക്കാണ് ഒരു സയൻറ്റിസ്റ്റ് ആവാൻ കഴിയുക? ഓക്കെ, അജിത്ത് പറയും, നോട്ട് എവ്രി വൺ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ്, ബട്ട് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ക്യാൻ കം ഫ്രം എനിവേർ. സോ ഐ വുഡ് സേ എനി വൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. അപ്പോൾ അജിത്ത് എന്താ പറയുക? എല്ലാവർക്കും ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആവാൻ പറ്റില്ല, പക്ഷേ ഒരു എവിടെ നിന്ന് വേണമെങ്കിലും ആവാം ഒരു സയൻറ്റിസ്റ്റ്. എനിവൺ ക്യാൻ ബിക്കം എ സയൻറ്റിസ്റ്റ്. ആർക്കും ഒരു ശാസ്ത്രജ്ഞനാവാം എന്നാണ് പറയാം, പക്ഷേ എല്ലാവർക്കും മികച്ച ഒരു സയൻറ്റിസ്റ്റ് ആവാൻ പറ്റില്ല. ഒരു ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ആവാൻ എല്ലാവർക്കും കഴിയില്ല, പക്ഷെ ആർക്ക് വേണമെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ആകാം എന്ന് റിപ്ലൈ കൊടുക്കും. അടുത്തത്, ഫൈനലി അജിത്ത്, വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു യങ്സ്റ്റേഴ്സ്? യങ്സ്റ്റേഴ്സിനോട് നിങ്ങളുടെ സന്ദേശം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അജിത്ത് റിപ്ലൈ പറയും, don't hesitate to follow your interest and passion and work hard. I would urge you to follow your interest seriously. Of course you will have to work for it. If you do work hard, I strongly believe there is a place for everyone. എന്താ പറയണത്? നിങ്ങളുടെ താല്പര്യങ്ങളും അഭിനിവേശങ്ങളും പിന്തുടരാൻ നിങ്ങൾ മടിക്കരുത്. കഠിനാധ്വാനം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ താല്പര്യങ്ങളെ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പിന്തുടർന്ന് പോവുക. തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, പ്രവർത്തിക്കേണ്ടി വരും. കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ഥാനത്ത് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അജിത്ത് പറയും കേട്ടോ. അപ്പോൾ ലാസ്റ്റ്, താങ്ക് യു വെരി മച്ച് അജിത്ത്, വി വിൽ ഓൾവേസ് ട്രഷർ ദിസ് എക്സ്പീരിയൻസ് ഓഫ് ടോക്കിംഗ് ടു യു. ലാസ്റ്റ് പറയണം, വളരെ നന്ദി അജിത്ത്, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് വിലമതിക്കാനാകാത്തൊരു ട്രഷറാണ് ഞങ്ങൾക്ക് എന്ന് പറയും. അപ്പോൾ അജിത്ത് പറയും, ഇറ്റ്സ് മൈ പ്ലഷർ, താങ്ക് യു വെരി മച്ച് ഇൻഡീഡ് എന്ന് പറയും. എന്താണ്? നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് എനിക്കും അതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പറഞ്ഞിട്ട് അജിത്ത് അത് അവസാനിപ്പിക്കും. ഓക്കെ, ഇതാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്കിതിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും കൂടി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അജിത് പരമേശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി. വായിച്ചു നോക്കുക നിങ്ങളത്. ആദ്യ ക്വസ്റ്റ്യൻ, do you think that asking questions is fundamental to all scientific exploration? How do questions move science forward? Answer, yes. Asking questions is fundamental to scientific exploration because they drive curiosity, lead to critical thinking and prompt the search for new knowledge, and understanding questions are the starting point of any scientific investigation as they identify the unknowns and areas that need further exploration. By asking questions, scientists can define the problem, formulate hypotheses, design experiments and interpret results. Okay, ഇത് തന്നെ നിങ്ങൾക്ക് എഴുതണം നിർബന്ധമൊന്നുമില്ല, ഇത് ഓൺ വേർഡ്സിൽ എഴുതേണ്ടതാണ് കേട്ടോ. Curiosity is at the heart of science. Do you agree? Yes, curiosity is indeed at the heart of science. Science fundamentally begins with asking questions and seeking to understand the world around us. This inquisitive nature or curiosity drives scientific inquiry, experimentation and pursuit of knowledge. Without curiosity, there would be no motivation to explore the unknown, challenge existing theories or discover new phenomena. Full stop. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ എന്ന് വിചാരിക്കരുത്. ഇത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഒറ്റയ്ക്ക് ഓൺ വേർഡ്സിൽ ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ എൻ്റെ വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കാട്ടോ. How does the observation helps us understand natural phenomena? Third in the answer, observation helps us understand natural phenomena by providing direct evidence and data that can be analyzed and interpreted.
4. വാട്ട് ആർ ദ അൺസോൾവ്ഡ് മിസ്റ്ററീസ് യു വുഡ് ലൈക്ക് ടു സോൾവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻസ്? അപ്പോൾ ഇതുവരെ ഉത്തരം കിട്ടാത്ത അൺസോൾവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സയൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് സോൾവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഐ വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ യൂസിങ് സയൻസ് ടു സോൾവ് ദ റിയൽ റീസൺസ് ബിഹൈൻഡ് ദി ഇൻക്രീസ്ഡ് വൈറൽ ഡിസീസസ് ആൻഡ് ദ കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഡീഫോറസ്റ്റേഷൻ ആൻഡ് അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ്, ഡു യു വാണ്ട് ടു ബിക്കം എ സയൻറ്റിസ്റ്റ്? ഹൗ വിൽ യു എക്യുപ്പ് യുവർ സെൽഫ് ഫോർ ദിസ്? നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവണോ? നിങ്ങളെ എങ്ങനെ തയ്യാറാക്കും എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഐ വുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ബിക്കമിങ് എ സയൻറ്റിസ്റ്റ് ടു എക്യുപ്പ് മൈസെൽഫ് ഫോർ ദിസ്. ഐ വുഡ് ഫോക്കസ് ഓൺ സെവറൽ ഏരിയാസ് ലൈക്ക് കൾട്ടിവേറ്റിംഗ് ക്യൂരിയോസിറ്റി, building a strong foundation, developing critical thinking skills, embracing ignorance, pursuing higher education and engaging in research and experimentation. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 5 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ലെറ്റർ ആക്സസും ആക്ടിവിറ്റീസുമാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ തൊട്ട് അടുത്ത ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.